ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1678. ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി 217-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ഓഗസ്റ്റ് മാസം ആരംഭം മുതൽ നമ്മൾ ഈ പുലർകാല നടപ്പ് പരിശുദ്ധ അമ്മ മറിയത്തോടൊപ്പമാണ്. എന്തിനാണ് ആവശ്യത്തിനായാലും ആവശ്യത്തിലും അധികമായ ഈ അമ്മ മറിയത്തെ കൂട്ടുപിടിക്കുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ തീപിടിച്ച മനസ്സുമായി മറിയം മിസ്രൈമിലേക്കൊരു ഓട്ടമോടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അതൊക്കെ ഒന്ന് ഓർക്കാറുണ്ടോ? വല്ലപ്പോഴുമെങ്കിലും കണ്ടെത്തി വായിക്കാറുണ്ടോ? രാജാവായി പിറന്നിരിക്കുന്നവൻ എവിടെ? അങ്ങനെയായിരുന്നു ജ്ഞാനികൾ വന്ന് കൊട്ടാരത്തിൽ അന്വേഷിച്ചത്. ഒരു യുവരാജാവ് പിറന്നിരിക്കുന്നു എന്ന് വാർത്ത കേട്ട അപ്പോഴത്തെ രാജാവ് ഹെറോദോസ് അസ്വസ്ഥനാകുകയാണ്. കൊട്ടാരവും അത് യേശുവിന്റെ അമ്മയായ മറിയത്തിനും യൗസേപ്പിനും വരുത്തിവെക്കുന്ന സഹനങ്ങള് നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. രാജാവെന്ന ശീർഷകം യേശുവിന് സത്യത്തിൽ ഒരു അപമാനമാണ്. കാരണം യേശു തന്നെ പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല എന്ന്. എന്നിട്ടും യേശു രാജാവാണെന്ന ധാരണ അങ്ങനെ ആരംഭത്തിൽ പ്രചരിക്കുന്നുണ്ട്. മറിയ എന്ന അമ്മയുടെ ഹൃദയത്തിന് തീപിടിച്ചൊരു നേരമാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യൗസേപ്പിനാണ്. ഒരു അറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് ചെയ്തതൊക്കെ ഈ പാവം അമ്മയും ഈ അപ്പനുമാണ്. അവൻ എഴുന്നേറ്റ്, എന്ന് വെച്ചാൽ യൗസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി മിസ്രൈമിലേക്ക് പലായനം ചെയ്തു. തീപിടിച്ച മനസ്സുമായിട്ടുള്ള ഇവരുടെ ഓട്ടത്തെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ധ്യാനിക്കാറുണ്ടോ? എന്തൊരു കരുതലായിരുന്നു യേശു എന്ന കുഞ്ഞിന് ഇവരിലൂടെ കൈമാറി കിട്ടിയത്. ഇവർ കൊടുത്ത കാവൽ എത്രയോ വലുതായിരുന്നു. ഭൂമിയിലേക്ക് ദൈവം തന്നെ മനുഷ്യനായി, മനുഷ്യക്കുഞ്ഞായി മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ദൈവത്തിന് സംരക്ഷിക്കാനായിട്ട് സന്നാഹങ്ങളില്ലാഞ്ഞിട്ടല്ല. എത്ര വിശ്വാസത്തോടു കൂടിയാണ് മനുഷ്യരെ ഇതെല്ലാം ഏൽപ്പിക്കുന്നത്. ചില മുന്നറിയിപ്പുകളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കൊടുത്തുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരൊക്കെ പരസ്പരം എന്തുമാത്രം കാവലാകേണ്ടതാണ്, കരുതലുകളൊക്കെ കൈമാറേണ്ടതാണ്. അവനവൻ ജീവിതമൊക്കെ വിട്ട് പതിയെ ഒന്ന് ഉണരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ ഒന്നും കൊണ്ടുപോകില്ല എന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് ഒപ്പമുള്ള മനുഷ്യരിലേക്കൊന്നെത്താനായിട്ട് ഈ പരിശുദ്ധ അമ്മ മറിയവും യൗസേപ്പിതാവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.